നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വതം. ഒരു ബോംഷെൽ പ്രസ്താവനയാണ് കോൺമെബോളിന്റെ പ്രസിഡന്റ് നടത്തിയിരിക്കുന്നത്. ഇത്തവണത്തെ ഫൈനലിസിമ സ്പെയിൻ വന്നില്ല, വാക്കോവറാണ്. അർജന്റീനയെ വിജയിയായിട്ട് കണക്കാക്കണം. അർജന്റീന ഇപ്പോൾ ബാക്ക് ടു ബാക്ക് ഫൈനലിസിമ ജേതാക്കളാണ് എന്നാണ് കോൺമെബോളിന്റെ പ്രസിഡന്റ് തന്നെ പ്രസ്താവിച്ചിരിക്കുന്നത്. അദ്ദേഹം ഈ ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത് കോപ്പ ലിബർട്ടഡോറസിൻ്റെയും സുഡാമേരിക്കാനയുടെയും ഫൈനൽ ഡ്രോ കഴിഞ്ഞതിന് ശേഷം സംസാരിക്കുമല്ലോ, അതിലാണ് ഈ ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നു, നമ്മൾ വാക്ക് ഓവർ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അർജന്റീനയാണ് ഇപ്പോൾ 2 ടൈം ചാമ്പ്യൻ ഓഫ് ഫൈനലിസിമയുടെ ബാക്ക് ടു ബാക്ക് ചാമ്പ്യൻസ് ആയിട്ട് നമ്മൾ അർജന്റീനയെ കാണണം. നമ്മൾ തീർച്ചയായിട്ടും നമ്മളിൽ വിശ്വസിക്കുന്നുണ്ട്. അതേസമയം മറുഭാഗത്ത് കാര്യങ്ങൾ അങ്ങനെയല്ല. നോക്കുക, സ്പെയിനെതിരെ കളിക്കാൻ ഞങ്ങൾ പരമാവധി ശ്രമിച്ചു, അവർക്ക് കളിക്കാൻ പറ്റില്ല എന്നുള്ള തീരുമാനമാണ് പറഞ്ഞത്. ഇപ്പോൾ മാർച്ച് 31 കളിക്കാൻ പറ്റില്ല എന്ന് അവർ പറഞ്ഞ ആ ഡേറ്റിൽ അവർ ബാഴ്സലോണയിൽ ഒരു മത്സരം വെച്ചിരിക്കുകയാണ്. ഞങ്ങൾ വേൾഡ് ചാമ്പ്യൻസ് ആണ്, ഞങ്ങളുടെ ടീം, കോൺമെബോളിൽ നിന്നുള്ള ടീം. സോ തീർച്ചയായിട്ടും ഞങ്ങൾ ആ കിരീടം ഡിഫെൻഡ് ചെയ്യാൻ തന്നെ ഇറങ്ങുമായിരുന്നു. ഇപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാമോ, 2 ടൈം ചാമ്പ്യൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന്? അതാണ് അർജന്റീന. ഞങ്ങളുടെ ടീമാണ് ഇപ്പോൾ 2 ടൈം ചാമ്പ്യൻസ്. അവർ കളിക്കാൻ എത്തിയതുപോലുമില്ല. ദേ ഡിഡ്ന്റ് ഷോ അപ്പ്. അതുകൊണ്ട് ഇവിടെ വാക്ക് ഓവറാണ് ശരിക്കും നോക്കേണ്ടത്. അർജന്റീനയാണ് ഇത്തവണത്തെ ഫൈനലിസിമ കിരീട ജേതാക്കൾ എന്നാണ് അദ്ദേഹം എന്തായാലും പ്രസ്താവിച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇത് സ്പാനിഷ് കോച്ച് ഇന്ന് അദ്ദേഹം സ്ക്വാഡ് പ്രഖ്യാപിക്കുകയുണ്ടല്ലോ. അപ്പോൾ ആ സമയത്ത് അദ്ദേഹത്തോട് ഈ കാര്യം പറയുന്നുണ്ട്. ഇങ്ങനെ കോൺമെബോളിൻ്റെ പ്രസിഡന്റ് പറയുന്നത്, അർജന്റീനയാണ് ചാമ്പ്യന്മാർ, നിങ്ങൾ കളിക്കാൻ തയ്യാറായില്ല എന്നാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് വാക്ക് ഓവർ ലഭിച്ച് അവരാണ് ചാമ്പ്യന്മാരെന്ന് പറയുന്നുണ്ടല്ലോ ഫൈനലിസിമ എന്ന് പറഞ്ഞപ്പോൾ ലൂയിസ് ഡി ലാ ഫ്യൂണ്ടയുടെ മറുപടി എല്ലാവർക്കും അറിയാമല്ലോ. ഫൈനലിസിമ എന്ന് പറയുന്ന കളി നടക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങളുടെ പൊസിഷൻ വളരെ ക്ലിയർ ആയിരുന്നു. ഞങ്ങൾക്കത് കളിക്കണം, പല കാരണങ്ങൾ കൊണ്ടും. ഒരു കിരീടം ചൂടാനുള്ള അവസരമാണ്, അർജന്റീനക്കെതിരെ കളിക്കാനുള്ള അവസരമാണ്. അപ്പോൾ ഞങ്ങൾ കളിക്കണമെന്ന് തന്നെയാണ് പറഞ്ഞത്. തീർച്ചയായിട്ടും എല്ലാ അർത്ഥത്തിലും ആ കളി വേണമെന്ന് പറഞ്ഞവരാണ് ഞങ്ങൾ. സോ എൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്, സ്പാനിഷ് ഫെഡറേഷനും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ കളി നടക്കുന്നതിന് വേണ്ടിയിട്ട് നന്നായി വർക്ക് ചെയ്ത കുറേ പേരുണ്ട്. അവരോട് ഞാൻ അഭിനന്ദനങ്ങൾ പറയുകയാണ്, അവർക്ക് നന്ദി പറയുകയാണ്. പക്ഷേ ഫൈനലി ഈ ഒരു മത്സരം കളിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതിൽ സങ്കടമുണ്ട് എന്നാണിപ്പോൾ അദ്ദേഹം പറയുന്നത്. ആഫ്റ്റർ ബീയിങ് അണേബിൾ ടു പ്ലേ ഡ്യൂ ടു സർക്കംസ്റ്റാൻസസ് ബിയോണ്ട് ദി കൺട്രോൾ ഓഫ് ദി സ്പാനിഷ് ഫെഡറേഷൻ. എല്ലാ തരത്തിലുള്ള വർക്കും പ്രിപ്പറേഷൻസും എല്ലാം വെറുതെ ആയിപ്പോയി. ഏതായാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഫൈനലിസിമ കളിക്കാൻ പറ്റിയില്ല. പക്ഷേ അത് ഞങ്ങൾ കളിക്കണ്ട എന്ന് തീരുമാനിച്ചുകൊണ്ട്, ഞങ്ങൾ കോച്ചിങ് സ്റ്റാഫിൻ്റെ ഭാഗത്തുനിന്നോ ഫെഡറേഷൻ്റെ ഭാഗത്തുനിന്നോ കളിക്കണ്ട എന്ന് തീരുമാനിച്ചതുകൊണ്ടല്ല ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.